അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അസാധാരണമായ ഇടപെടലുകൾക്കും ഫിഫയിലുള്ള സ്വാധീനത്തിനും ആതിഥേയരായ യുഎസ്എയെ ലോകകപ്പിൽ നിന്ന് രക്ഷിക്കാൻ സാധിച്ചില്ല. പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ 1-നെതിരെ 4 ഗോളുകൾക്ക് അമേരിക്കയെ തകർത്തെറിഞ്ഞ് ബെൽജിയം ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറി. ബെൽജിയത്തിന്റെ ക്ലീൻ ഫുട്ബോളിന് മുന്നിൽ പ്രധാന ആതിഥേയരായ അമേരിക്ക തകർന്നടിയുകയായിരുന്നു. ക്വാർട്ടറിൽ സ്പെയിനാണ് ബെൽജിയത്തിന്റെ എതിരാളികൾ. മത്സരത്തിന് തൊട്ടു മുമ്പ് യുഎസ് താരം ഫ്ലോരാരിൻ ബാലേഗന്റെ ചുവപ്പ് കാർഡുമായി ബന്ധപ്പെട്ട് സസ്പെൻഷൻ വിവാദമാണ് ഫുട്ബോൾ ലോകത്ത് വലിയ ചർച്ചയായി മാറിയത്. ബോസ്നിയയ്ക്കെതിരെയുള്ള മത്സരത്തിൽ ചുവപ്പ് കാർഡ് കണ്ട ബാലോഗന്റെ സസ്പെൻഷൻ പുനഃപരിശോധിക്കാൻ താൻ ഫിഫ പ്രസിഡന്റ് ജിയാനിയെ നേരിട്ട് വിളിച്ചതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. മികച്ച കളിക്കാർ മൈതാനത്തുണ്ടാകണം എന്നതിനാലാണ് ഇടപെട്ടതെന്നായിരുന്നു ട്രംപിന്റെ വാദം. ഫിഫ തങ്ങളുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് താരത്തിന് കളിക്കാൻ അനുമതി നൽകിയെങ്കിലും കളിയിൽ അത് അമേരിക്കയ്ക്ക് തുണയായില്ല എന്ന് വേണം പറയാൻ. മത്സരത്തിന്റെ തുടക്കം മുതൽ ബെൽജിയം തന്നെയാണ് ആധിപത്യം പുലർത്തിയത്. ചാൾസ് ഡി കെറ്റലാറയിലൂടെ ബെൽജിയമാണ് ആദ്യം സ്കോർ ചെയ്തത്. എന്നാൽ കളിക്ക് വിപരീതമായി മാലിക് ടിൽമാന്റെ ഡിഫ്ലൈറ്റഡ് ഫ്രീ കിക്കിലൂടെ അമേരിക്ക സമനില പിടിച്ചു. എന്നാൽ അമേരിക്കയുടെ ആയുസ്സിന് വെറും 56 സെക്കൻഡിന്റെ ആയുസ്സേ ഉണ്ടായിരുന്നുള്ളൂ. തൊട്ടടുത്ത മിനിറ്റിൽ കെറ്റലറയിലൂടെ ബെൽജിയം വീണ്ടും ലീഡെടുത്തു. രണ്ടാം പകുതിയിൽ തിരിച്ചടിക്കാൻ അമേരിക്ക ശ്രമിച്ചെങ്കിലും ഹാൻസ് വാൻ കെയ്ൻ നേടിയ 3-ാം ഗോളോടെ അവരുടെ പ്രതീക്ഷകൾ അസ്തമിച്ചു. പ്രതിരോധ നിരയിലെ കടുത്ത പിഴവുകളാണ് അമേരിക്കയ്ക്ക് വിനയായത്. മത്സരത്തിന്റെ ഇഞ്ചുറി ടൈമിൽ സൂപ്പർ താരം റൊമേലു ലുക്കാക്കു കൂടി ഗോൾ നേടിയതോടെ ബെൽജിയത്തിന്റെ തകർപ്പൻ ജയം പൂർത്തിയായി. അമേരിക്കൻ താരം ക്രിസ് റിച്ചാർഡ്സിന്റെ പിഴവിൽ നിന്ന് പന്ത് പിടിച്ചെടുത്തായിരുന്നു ലുക്കാക്കുവിന്റെ ഫിനിഷിംഗ്. പ്രായം തളർത്താത്ത വമ്പന്മാരുമായി എത്തിയ ബെൽജിയം തങ്ങളുടെ പരിചയസമ്പത്ത് മുഴുവൻ പുറത്തെടുത്താണ് മൗറീഷ്യോ പൊച്ചെറ്റീനോയുടെ തന്ത്രങ്ങളുമായെത്തിയ യുവ യുഎസ് പടയെ തളച്ചത്. കെവിൻ ഡി ബ്രൂനെയും ജെറമി ഡോക്കും ഫോം കണ്ടെത്താൻ ബുദ്ധിമുട്ടിയ മത്സരത്തിൽ ബെൽജിയത്തിന്റെ സംഘ മികവ് വേറിട്ടു നിന്നു. പ്രീ ക്വാർട്ടറിൽ പോർച്ചുഗലിനെ വീഴ്ത്തിയ സ്പെയിനാണ് ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയം നേരിടുക. എന്തായാലും ടോട്ടൽ കരുത്തിൽ ഇത്തവണ കിരീടത്തിൽ കുറഞ്ഞതൊന്നും ലക്ഷ്യമിടുന്നില്ലെന്ന് തെളിയിക്കുന്നതായിരുന്നു സിയാറ്റിലെ ഈ പോരാട്ടം. അമേരിക്കൻ താരം ക്രിസ് റിച്ചാർഡ്സിന്റെ പിഴവിൽ നിന്ന് പന്ത് പിടിച്ചെടുത്തായിരുന്നു ലൂക്കാക്കുവിന്റെ ഫിനിഷിംഗ്. പ്രായം തളർത്താത്ത വമ്പന്മാരുമായി എത്തിയ ബെൽജിയം തങ്ങളുടെ പരിചയസമ്പത്ത് മുഴുവൻ പുറത്തെടുത്താണ് മൗറീഷ്യോ പൊച്ചെറ്റീനോയുടെ തന്ത്രങ്ങളുമായെത്തിയ യുവ യുഎസ് പടയെ തളച്ചത്.